PowerPoint ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ലൈഡിലേക്ക് ഒരു ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനായി നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന PowerPointൽ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ടൈറ്റിലും സബ് ടൈറ്റിലും ഒന്ന് ചേഞ്ച് ചെയ്ത് നൽകി നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള ഒരു PowerPoint ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ആഡ് ചെയ്യുന്നതിനായി ഇൻസേർട്ട് ടാബിൽ നിന്നും പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദിസ് ഡിവൈസ്, സ്റ്റോക്ക് ഇമേജസ് ആൻഡ് ഓൺലൈൻ പിക്ചേഴ്സ്. ദിസ് ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഏതൊരു ഇമേജും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. സ്റ്റോക്ക് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PowerPointൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ഇമേജസ് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം ഓൺലൈൻ പിക്ചേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ഇതിൽ നിന്നും സെർച്ച് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാറ്റഗറീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ഇമേജ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയും അത് നമുക്ക് PowerPointലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് മറ്റൊരു മാർഗ്ഗമാണ്. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്ലൈഡിന് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഒരു ഇമേജ് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ സാധാരണയായി ഏതെങ്കിലും ഒരു ഇമേജ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ല ആഡ് ആയിട്ടുള്ളത്. കേരളത്തെക്കുറിച്ചുള്ള ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായി നമുക്ക് ഒന്നെങ്കിൽ ഡിസൈൻ എന്ന ടാബിൽ നിന്നും ഇവിടെ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ സ്ലൈഡിൽ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇന്റർഫേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടാസ്ക് പെയിനെ കുറിച്ച് പഠിച്ചു. ഓരോ ടാബിൽ നിന്നും ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ ടാസ്ക് പെയിൻ അവൈലബിൾ ആവുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസൈൻ ടാബിൽ നിന്നും ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ ഈ ടാസ്ക് പെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഇൻസേർട്ട് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെയും കാണാവുന്നതാണ്. ഫ്രം എ ഫയൽ, സ്റ്റോക്ക് ഇമേജസ്, ഓൺലൈൻ പിക്ചേഴ്സ്, കൂടാതെ ഏതെങ്കിലും ഒരു ഐക്കൺ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ ഫ്രം എ ഫയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇൻസേർട്ട് എന്ന ഓപ്ഷൻ നൽകും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഇമേജ് സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ആഡ് ആയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ ടൈറ്റിലും സബ് ടൈറ്റിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇൻസേർട്ട് ടാബ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് സിമ്പിളായിട്ട് കോപ്പി ചെയ്ത് സ്ലൈഡിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ഫോൾഡറിൽ നിന്നും ഞാൻ നേരത്തെ കാണിച്ച അതേ ഇമേജ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ PowerPointൽ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇമേജ് സിമ്പിളായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ തന്നെ ഉപയോഗിക്കണം. സോ അപ്പോൾ അത്രയുമായിരുന്നു PowerPointലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.